അവൾ അടിപ്പിന്ന കോരി കുടിച്ചു. മോളെ, ആ രാമു ഒറ്റയ്ക്കാ. നീ ആ വർദ്ധനി ചേട്ടന്റെ വീട്ടിൽ പോയി കിടന്നു. അങ്ങാര് രാമനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്. മുമ്പൊക്കെ ആണെങ്കി ആ ഔസേപ്പച്ചൻ കൂട്ടിനുണ്ടായിരുന്നു. അയാളും ചത്തു. ശരിയാ, പാവ ആ ചെറുക്കൻ അവിടെ ഒറ്റയ്ക്കുള്ളൂ. വല്ലതും കണ്ട് പേടിക്കുകയും വരും ചെയ്യും. നീ അവിടെ പോയി കിടന്നു. ഇന്ന് രാത്രി ഈ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാടി. അതിന് നീ ഇപ്പോഴും സുന്ദരിയാടി. വയസ്സിന്റെ ഒരു ശൃംഗാരം. നീ എന്റെ കാര്യം. എന്റെ കർത്താവെ, എന്റെ കൊടവും പൊട്ടിച്ചല്ലോ. കർത്താവിന്റെ 5 തിരുമുറുകളാണ് എന്റെ ഫിലോമിനെ. ഈ കിടന്ന കിടപ്പിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ ചേട്ടത്തി? ഞാൻ നിനക്ക് കൂട്ടുകിടക്കാൻ വന്നതാ. എന്റെ അപ്പനും അമ്മയും പറയണേ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന്. നിന്റെ അപ്പനും അങ്ങനെയാ പറയണത്. ആണോ? നിനക്ക് പേടിയാണോ? എനിക്ക് ഒരു പേടിയില്ല. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പായെടുത്തിട്ട് കിടക്കും. ഉള്ള സ്ഥലത്ത് 2 പേര് കൂടി കിടക്കാം. വേണ്ട, ഈ പായെടുത്തിട്ട് കിടക്കും. വേണ്ടെങ്കിൽ വേണ്ട. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. കിടന്നോ? നീ എന്താ ഓർക്കണേ? ഞാൻ അപ്പനെ കുറിച്ച് ഓർക്കുകയാണ്. ഈ പ്രായത്തിലെ, അതും രാത്രി നേരത്തിലെ ആരെങ്കിലും അപ്പനെ കുറിച്ച് ഓർക്കുമോ? പെണ്ണിനെ കുറിച്ചല്ലേ ഓർക്കേണ്ടത്. ദൈവത്തിന് നിനക്കത് പറയാതെ കേട്ടത്. ഞാനിന്ന് കുളിച്ചത് വാസനയുടെ എണ്ണ പുരട്ടിയാണ്. ചേട്ടത്ത് കിടന്നുറങ്ങ. എനിക്ക് ഉറക്കം വരുന്നില്ല. രാമു, എന്നോട് പിണക്കമാണോ? അന്നമ്മേ, നീ സുന്ദരിയാണ് എന്റെ മാലാക.
അന്നാമ്മേ, എത്ര നാളാ ഞാനിങ്ങനെ വല്ലോന്റെ ലോറി ഓടിച്ച് കഴിയുക. നമുക്കൊരു ലോറി വാങ്ങിക്കാം. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ. ബാക്കി കാശ് ഞാൻ ഉണ്ടായിക്കോളാം. ഞാൻ പറയാം. ഇന്ന് ഞാനും കൂടെ വരും. അയ്യോ വേണ്ട, പിന്നെ ആകട്ടെ. നീ ഇവിടെ ഇരുന്നേ. ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്. എന്റെ കൈ കുറച്ച് കാശുണ്ട്. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ. ബാക്കി കാശ് നമുക്ക് പലിശയ്ക്ക് മേടിക്കാം. നിന്റെ അപ്പനോടും അമ്മയോടും നീ ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് ഉടനെ കുറച്ച് കാശ് വേണമെന്ന് പറ. കാശ് വേണമെന്ന്. ഏത് കാശ്? ആർക്ക്? എന്റെ കല്യാണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ 5000 രൂപ. എന്റെ മോളെ, ഇവിടുത്തെ സ്ഥിതിയൊക്കെ നിനക്കറിഞ്ഞൂടെ? ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണമെന്ന്. ലോറി പോയിട്ട് വീട് മേടിക്കാൻ കാശില്ല ഇവിടെ. അപ്പാ, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അത് കൊടുക്കണം. ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ? എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. എവിടെ നിന്നുണ്ടാക്കാനാ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ 5000 രൂപ ഇപ്പൊ കിട്ടണം. എന്റെ കുഞ്ഞ്, നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ? കുറച്ചു നാളുകൂടെ ക്ഷമിക്ക്, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കകം കാശ് തരാമെന്നാ പറഞ്ഞത്. വർഷം 1 ആയി. 5 പവന്റെ സ്വർണം തരാമെന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ അന്ന് എവിടെ നിന്നൊക്കെയോ എരവ് വാങ്ങിച്ചിട്ടു. പിറ്റേന്ന് അതിന് ഉടമസ്ഥര് വന്നങ്ങ് അഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. സ്വർണം വേണ്ട, എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ കാശ് കിട്ടണം. പണം തരാമെന്ന് പറഞ്ഞതേ ഈ ഇരിക്കുന്ന അപ്പനാ. കോരുതേ, പണം തരാന്ന് പറഞ്ഞ ഞാനാ സമ്മതിച്ചു. എന്റെ കയ്യിൽ ഉണ്ടായിട്ടോ എവിടെന്നെങ്കിലും കടം കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടോ പറഞ്ഞതല്ല. പെര നിറഞ്ഞേക്കണ ഒരു പെണ്ണ്, അതിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. അപ്പോ നിങ്ങൾ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? നാളെ വൈകുന്നേരം എനിക്ക് പണം കിട്ടണം. നിങ്ങൾ പണം തരുന്നോ ഇല്ലയോ? എന്നെ കൊണ്ടൊരു ഭാഗമില്ല. എന്നാലേ നിങ്ങളുടെ മകള് നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കുമ്പോ അപ്പൊ ഞാൻ വരാം. അയ്യോ അമ്മേ, മോനെ, നിങ്ങൾക്ക് സമാധാനമായല്ലോ. അവനോട് 2 നല്ല വാക്ക് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാനിപ്പോ എന്ത് വേണം? അവനെ പിടിച്ചൊരു ഉമ്മ തുടങ്ങണോ? നിങ്ങൾക്ക് ഇവിടെ കണ്ണീര് കാണണമല്ലേ? എന്താ വിശേഷം? പറയാം.